ഹായ് ഫ്രണ്ട്സ്, കലണ്ടർ എന്ന LDC ടോപ്പിക്കാണ് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കലണ്ടറിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓരോ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഓരോ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് കലണ്ടറിലെ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അതിവർഷം? അതിവർഷം എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണ്. ഓക്കെ അല്ലേ? ലീപ്പ് ഇയറിനെയാണ് അതിവർഷം എന്ന് പറയുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അതിവർഷമാണോ, ഇതിലേതാണ് അതിവർഷം എന്ന് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്കത് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അതിവർഷമായിരിക്കും. ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താ, സാധാരണ വർഷമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ അതിവർഷമാണ് കാണേണ്ടത്. അപ്പോൾ ഓരോ നമ്പറിനെയും എടുത്ത് 4 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് പകരം ഈ 4 ഡിജിറ്റും എടുക്കുന്നതിന് പകരം ഒരു നമ്പറിന്റെ അവസാനത്തെ 2 അക്കം എടുത്താൽ മതി. ഓക്കെ അല്ലേ? അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കിടക്കുന്ന നമ്പർ 95 ആണ് അല്ലേ? 1995 ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 95 അല്ലേ? അപ്പം 95 എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ടൈംസ്? 2 ടൈംസ് 8 വരുന്നുണ്ട്. ബാലൻസ് 1, 5 താഴെ കൊണ്ടുവരിക. 4ൽ എത്ര ടൈംസാ? 3 ടൈംസ് 12 അല്ലേ? റിമൈൻഡർ 3 കിട്ടുന്നുണ്ട്. 0 കിട്ടിയോ? ഇല്ല. അപ്പം ഇത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല അല്ലേ? ശേഷം ഹരിക്കാൻ സാധിച്ചില്ല. ഇനി അടുത്ത നമ്പർ എന്ത് ചെയ്യുക? അടുത്ത നമ്പറിലെയും അവസാനത്തെ 2 ഡിജിറ്റ് എന്ത് ചെയ്യുക? എടുക്കുക. 12 ആണ് അടുത്തത് തന്നിരിക്കുന്നത് അല്ലേ? 12 ആണ്. 12 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 12 ഡിവൈഡ് ബൈ 4 നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താ? 3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? റിമൈൻഡർ എന്ത് വരുന്നുണ്ട്? 0 വരുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിശേഷം ഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ബി ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതിവർഷം എന്ന് പറഞ്ഞാൽ 1912 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിയുള്ളത് നോക്കിയേ. 03 എന്ന് വെച്ചാൽ 3 തന്നെയാണ്. 3 എന്തല്ല, 4ൽ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക. 4നെക്കാൾ ചെറിയ നമ്പറാണ് 3 അല്ലേ? അപ്പോൾ 4ൽ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ 10 4ൽ ടേബിളിൽ എടുത്തു കഴിഞ്ഞാൽ 8 കഴിഞ്ഞാൽ പിന്നെ 12 ആണ് അല്ലേ? ആണല്ലോ. അപ്പോൾ അതും എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിവർഷമാണോ അല്ലേന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചില കേസിൽ നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾസ് 40 വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ കൂടിയ ഏതെങ്കിലും വാല്യൂസ്, ഇപ്പോൾ ഇതുപോലെ 95 ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് നോക്കുക? ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കുക. 4 കൊണ്ട് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അല്ല അതിന് 40 താഴെയൊക്കെ ആണെങ്കിൽ ടേബിൾസ് നോക്കിയാൽ മതി. ടേബിൾസ് വെച്ച് തന്നെ അത് 4 കൊണ്ട് പറ്റുമോ പറ്റൂലേ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്